നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കഠിനകുളത്ത് പട്ടാപകൽ വീട്ടിൽ കടന്ന വീട്ടമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പിടിയിലായ പ്രതി ജോൺസൺ ഹോം നഴ്സായി ജോലി ചെയ്തത് കുറിച്ചി കാലായിപ്പടി ജംഗ്ഷൻ പഞ്ചായത്ത് കുളത്തിന് സമീപത്തെ വീട്ടിൽ. അവിടെ നിന്നാണ് പ്രതിയെ അറസ്റ്റും ചെയ്തത്. പ്ലംബിംഗ് ജോലി ചെയ്തിരുന്ന രാധാകൃഷ്ണന്റെ വീട്ടിലാണ് ഹോം നഴ്സായി ജോൺസൺ ജോലി ചെയ്തിരുന്നത്. കിടപ്പിലായ രാധാകൃഷ്ണന്റെ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. രാധാകൃഷ്ണന്റെ ഭാര്യയും മകനും നേരത്തെ മരിച്ചിരുന്നു. മകളുടെ വിവാഹം കഴിഞ്ഞതോടെയാണ് ഹോം നഴ്സിന്റെ സേവനം വേണ്ടി വന്നത്. ഇവിടെയാണ് ജോൺസൺ ജോലിക്കെത്തിയത്. ജോൺസൺ ഇവിടെ ജോലി ചെയ്തു തുടങ്ങിയിട്ട് ഒരു മാസം മാത്രമാണ് ആവുന്നത്. ഇടയ്ക്ക് വീട്ടിലേക്ക് എന്ന് പറഞ്ഞു പോകുന്നതും 2 ദിവസം കഴിഞ്ഞ് മടങ്ങി വരുന്നതും പതിവായിരുന്നു. കഴിഞ്ഞ ദിവസം വന്ന ശേഷം ഭക്ഷണം ചോദിച്ചു വാങ്ങി കഴിച്ചു. പിന്നീട് രാധാകൃഷ്ണന്റെ അടുത്ത് വന്നിരുന്ന ശേഷം ഒരു കീടനാശിനിയുടെ പേര് പറഞ്ഞിട്ട് അത് കഴിച്ചാൽ മരിക്കുമോ എന്നും ചോദിച്ചു. ഉച്ചയോടെ TV വാർത്തയിൽ ജോൺസന്റെ ചിത്രങ്ങൾ വന്നതോടെയാണ് സമീപവാസികൾ ഇയാളെ തിരിച്ചറിഞ്ഞത്. പോലീസിൽ പിന്നീട് വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നാട്ടുകാർ വട്ടം കൂടി പിടിക്കുമ്പോഴേക്കും പോലീസ് പറന്നെത്തി ജീപ്പിലാക്കി മടങ്ങി. നാട്ടുകാർ വട്ടം പിടിക്കുമ്പോൾ നിങ്ങൾ പോലീസുകാരാണോ എന്നായിരുന്നു ഇയാളുടെ ചോദ്യം. പോലീസ് പിടിച്ചപ്പോൾ താൻ വിഷം കഴിച്ചുവെന്ന് പ്രതി പോലീസിനെ അറിയിച്ചു. ഇതോടെയാണ് പ്രതിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. പ്രാഥമിക ചികിത്സയും നൽകി. വയർ കഴുകി വിഷാംശമെല്ലാം ഇന്നലെ രാത്രിയോട് കൂടി തന്നെ കളഞ്ഞു. ഇതോടെ പ്രതി പൂർണ്ണ ആരോഗ്യത്തിലാണെന്ന് ഉറപ്പിക്കുകയായിരുന്നു പോലീസ്. അതിനുശേഷം ജോൺസനെ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നവും പ്രതിക്കില്ല. കൊല്ലത്തെ വീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് ജോൺസൺ ദിവസങ്ങൾക്ക് മുമ്പ് കുറിച്ചിയിലെ വീട്ടിൽ നിന്ന് പോയത്. കൊലപാതകത്തിന് 5 ദിവസം മുമ്പ് പെരുമാതുറയിലെ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ച പ്രതി സംഭവത്തിന് ശേഷം മുറി ഒഴിഞ്ഞു. ആതിരയുടെ സ്കൂട്ടറിലാണ് ഇയാൾ പിന്നീട് പോയത്. 21-നാണ് കൊലപാതകം നടക്കുന്നത്. വസ്ത്രങ്ങൾ എടുക്കാനെന്ന് പറഞ്ഞ് 22-ന് കുറിച്ചിയിലെ വീട്ടിൽ എത്തിയ പ്രതി അവിടെ തങ്ങി. തുടർന്നാണ് ചിങ്ങവനം പോലീസ് പിടികൂടിയത്. കൊല്ലപ്പെട്ട ആതിരയുമായി ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പ്രതി സൗഹൃദം സ്ഥാപിച്ചത്. അടുപ്പത്തിലായിരുന്ന ആതിരയുടെ ഭർത്താവിനെയും മക്കളെയും വിട്ട് തന്റെ കൂടെ വരാൻ ജോൺസൺ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആതിര ഇതിന് തയ്യാറാകാതെ വന്നതോടെയാണ് ജോൺസൺ കൊലപാതകം നടത്തിയത്. ജനുവരി 21 ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ആതിരയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ജോൺസണിലേക്ക് അന്വേഷണം നീണ്ടത്. സംഭവ ദിവസം രാവിലെ 9 മണിയോടെ ജോൺസൺ കഠിനകുളത്തെ ആതിരയുടെ വീട്ടിലെത്തിയിരുന്നു. മയക്കി കിടത്തിയ ശേഷം ആതിരയുടെ കഴുത്തറുത്തു എന്നാണ് പോലീസിന്റെ നിഗമനം. ഇതിനുശേഷം രക്ഷപ്പെട്ട പ്രതിക്കായി പോലീസ് സംസ്ഥാന വ്യാപക തിരച്ചിൽ നടത്തിവരികയായിരുന്നു. ഇതിനിടെയാണ് കുറിച്ചിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ഇൻസ്റ്റഗ്രാമിലൂടെ ഏകദേശം 1 വർഷം മുമ്പാണ് ജോൺസണും ആതിരയും തമ്മിൽ പരിചയപ്പെട്ടത്. ഇരുവരും പലയിടത്തും ഒന്നിച്ചു പോയതായി വിവരമുണ്ട്. തുടർന്ന് ആതിരയുടെ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ഇയാൾ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. ആദ്യം 1 ലക്ഷം രൂപ നൽകി. കൊല്ലപ്പെടുന്നതിന് 2 ദിവസം മുമ്പ് 2500 രൂപ നൽകി. തനിക്കൊപ്പം ജീവിക്കാൻ ഇയാൾ യുവതിയെ നിർബന്ധിച്ചിരുന്നു. അതിന് വഴങ്ങാതെ വന്നതോടു കൂടിയിട്ടാണ് കൊലപാതകം ആസൂത്രണം ചെയ്ത് കഠിനകുളത്തെത്തിയതും ആതിരയെ കൊലപ്പെടുത്തിയതും.